അയോധ്യ രാമക്ഷേത്രത്തിലെ കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. ആ കൊള്ളയിൽ നിലവിൽ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം നടത്തിയിരിക്കുകയാണ്. അവർക്ക് 15 ദിവസത്തെ സമയം കൂടിയിട്ട് യോഗി സർക്കാർ നൽകിയിട്ടുണ്ട്. പ്രതിപക്ഷത്തിൻ്റെ വലിയൊരു ആവശ്യമായിരുന്നു ഇതിൻ്റെ അന്വേഷണം CBIയോ EDയോ കൂടി ഏൽപ്പിക്കണമെന്ന്. ഇപ്പോൾ യോഗി സർക്കാർ ഇതിൻ്റെ അന്വേഷണം EDക്ക് കൂടി വിട്ടേക്കും എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് കോൺഗ്രസ് മറ്റൊരു ആവശ്യം കൂടിയിട്ട് ഉന്നയിച്ചിട്ടുണ്ട്. സുപ്രീം കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലായിരിക്കണം ഇതിൻ്റെ അന്വേഷണമെന്ന്. ഇക്കാര്യം കാണിച്ചുകൊണ്ട് പ്രധാനമന്ത്രിക്ക് KC വേണുഗോപാൽ കത്ത് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. നമ്മളിതിലേക്കാണ്. അജിംസ്, ഈ EDനെ കോൺഗ്രസ് മോദി സർക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന രാഷ്ട്രീയ ആയുധമായിട്ടായിരുന്നു അത്തരത്തിലുള്ളൊരു EDയുടെ അന്വേഷണം തങ്ങളുടെ വേണ്ടപ്പെട്ടവരിലേക്ക് കൂടിയിട്ട് വരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വിശ്വാസ്യതയിൽ നാട്ടുകാർക്കൊക്കെ സംശയം ഉണ്ടായില്ലേ? എനിക്ക് മനസ്സിലാവത്തില്ല. ഈ പണ്ട് നാട്ടിലൊക്കെ ഒരു കൊലപാതകം നടക്കുമ്പോൾ കേസ് CBIക്ക് വിടുക എന്ന് പറയും എല്ലാവരും. ഞങ്ങൾക്ക് അങ്ങ് ഡൽഹിയിൽ കൊണ്ടുവിടാം പിടിയെന്ന് കാണിക്കാൻ വേണ്ടി. എന്തുവാണെന്ന് അറിയില്ല. CBI എന്ന് പറഞ്ഞാൽ കുറേ കൂടി പരിശീലനം ലഭിച്ച ഒരു അന്വേഷണ ഏജൻസിയാണ്. അപ്പോൾ കൊലപാതകങ്ങളോ അഴിമതി കേസൊക്കെ അന്വേഷിക്കാൻ CBI വരും. ഇപ്പോഴത്തെ ഒരു ഫാഷൻ എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ ക്രൈം വന്നാൽ ഉടനെ ഇത് EDക്ക് അന്വേഷണം കൈമാറണം എന്നൊരാവശ്യം വരും. ചില കേസുകൾ ED സ്വമേധയാ വരും, ചില കേസുകളിൽ പരാതി കൊടുത്താലും വരില്ല. അങ്ങനെയൊക്കെയുണ്ട്. ഇപ്പോൾ CBIയുടെ പഴയ പവറൊക്കെ പോയി. CBI പണ്ട് കൊലപാതകം അന്വേഷിക്കുമായിരുന്നു, അഴിമതി കേസ് അന്വേഷിക്കുക. അപ്പോൾ CBIക്ക് വലിയ പവറില്ല, EDക്കാണ് പവർ. ഓക്കെ, ഈ അയോധ്യ കേസിൽ EDക്ക് അന്വേഷണം കൈമാറിയേക്കുമെന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. അങ്ങനെ ഒരു ചർച്ചയൊന്നും ഉണ്ടായിട്ടില്ല. ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എപ്പോഴാണ് ഒരു കേസിൽ ഇടപെടേണ്ടത്? ഒരു ഫിനാൻഷ്യൽ ക്രൈം നടന്നു, ഒരു FIR ഇട്ടു എങ്കിൽ ആ ഫിനാൻഷ്യൽ ക്രൈമിലൂടെ നേടിയ പണം വെളുപ്പിക്കാൻ വേണ്ടി, മണി ലോണ്ടറിങ്ങിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ടോ എന്ന അന്വേഷണം മാത്രമേ ED നടത്തേണ്ടതുള്ളൂ. അഴിമതി കേസ് അന്വേഷിക്കേണ്ടത് CBI ആണ്. മണി ലോണ്ടറിങ് കേസാണ് യഥാർത്ഥത്തിൽ ED അന്വേഷിക്കേണ്ടത്. അപ്പോൾ ED വന്നുകൊണ്ട് പ്രത്യേകിച്ച് കൂടുതലായി എന്തെങ്കിലും കണ്ടെത്തുകയോ കൂടുതൽ വ്യാപകമായ അന്വേഷണം നടക്കുകയോ ഒന്നും ചെയ്യില്ല. ആ പ്രതികളാക്കപ്പെട്ടവരെ കുറേ കൂടി ടോർച്ചർ ചെയ്യാൻ പറ്റും, അവരുടെ ഈ ഇൻവെസ്റ്റിഗേറ്റീവ് പ്രൊസീജിയറോട് ടോർച്ചർ ചെയ്യാൻ പറ്റുമെന്നല്ലാതെ വേറെ ഒന്നും പുതുതായിട്ട് നടക്കാൻ പോകുന്നില്ല. ഇവിടുത്തെ കേസിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എത്ര രൂപ കട്ടുകൊണ്ട് പോയി എന്ന് ഇനിയും തിട്ടപ്പെടുത്തിയിട്ടില്ല. SITക്ക് അറിയില്ല എത്ര രൂപയാണ് മോഷണം പോയതെന്ന്. ഇതിൽ രസകരമായ ഒരു കാര്യം, ഈ കേസ് സംബന്ധിച്ച വിവരങ്ങൾ ആദ്യം പുറത്തു വന്ന് പിറ്റേ ദിവസം ഈ ട്രസ്റ്റ് മെമ്പർമാരിൽ ചിലർ ഈ പ്രതികളാക്കപ്പെട്ട ഒരാളുടെ വീട്ടിൽ നിന്ന് 58 ലക്ഷം രൂപ കണ്ടെടുത്തിരുന്നു. അതെങ്ങനെയാണ്? പോലീസ് FIR ഇടുന്നതിന് മുമ്പ് ട്രസ്റ്റ് അംഗങ്ങൾ പോയിട്ട് പൈസ റിക്കവർ ചെയ്യുന്നതെങ്ങനെ? അതെന്ത് പ്രൊസീജിയറാണത്? ആ റിക്കവർ ചെയ്ത പൈസ എവിടെ നിന്നാണ്? ബാക്കി പൈസയുണ്ടോ? വേറെ പണം റിക്കവർ ചെയ്യാനുണ്ടോ? എങ്ങനെയാണ് ട്രസ്റ്റ് മെമ്പർമാർ ഇയാളുടെ കയ്യിൽ 58 ലക്ഷം രൂപ ഉണ്ടെന്ന് അറിഞ്ഞത് എങ്ങനെയാണ്? ഇതൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. അപ്പോൾ എത്ര പണം അവിടെ നിന്ന് മോഷണം പോയിട്ടുണ്ടെന്നോ എന്തൊക്കെ വസ്തുക്കൾ മോഷണം പോയിട്ടുണ്ടെന്നോ ഒന്നും ഇപ്പോഴും തിട്ടപ്പെടുത്തിയിട്ടില്ല, കണ്ടെത്തിയിട്ടില്ല. പിന്നെ ED വന്നിട്ട് എന്താണ് കാര്യം? ആ മൊത്തം ഒരു എമൗണ്ട് അറിഞ്ഞാൽ മാത്രമല്ല അത്രയും പണം വെളുപ്പിച്ചോ എന്ന് അന്വേഷിക്കാൻ കഴിയും. ഇപ്പോൾ ED വരും എന്നുള്ളത് ഒരു പ്രചാരണമാണ്, അതൊരു പ്രൊപ്പഗൻഡയാണ്. ആ പ്രൊപ്പഗൻഡയുടെ കാര്യം ഞാൻ പിന്നീട് പറയാം. ഇതിലൊരു കാര്യം, എത്ര പണം പോയെന്ന് കണ്ടെത്തിയിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ഇതിൽ പ്രതിചേർക്കപ്പെട്ട 8 പേരാണ്. ഈ 8 പേർ പ്രതിചേർക്കപ്പെട്ട എല്ലാവരും തന്നെ അവിടുത്തെ ഒരു ലോവർ ക്ലാസ് ജീവനക്കാരാണ്, സ്റ്റാഫ്. അതായത് പൈസ എണ്ണുന്ന ആൾക്കാരോ അല്ലെങ്കിൽ മറ്റ് ഭണ്ഡാരം സൂക്ഷിക്കുന്ന ആൾക്കാരൊക്കെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട രീതിയിൽ പണം ഏറ്റവും കൂടുതൽ മോഷണം പോയ പീക്ക് ടൈം എന്ന് പറയുന്നത് 2025 ഒക്ടോബറിൽ കുംഭമേള നടന്ന സമയത്താണെന്ന് പറയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഈ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്ത ഇത്ര നാളുകൾക്കുള്ളിൽ വലിയ തോതിൽ ആ തുടക്കം മുതൽ തന്നെ പണം മോഷണം പോയിട്ടുണ്ട്. അത് ഏതോ ഒരു പ്രത്യേക കാലയളവിൽ, ഇപ്പോൾ ഈ മാസം മോഷണം പോയതോ അല്ലെങ്കിൽ കഴിഞ്ഞ മാസം മോഷണം പോയതോ ഇപ്പോൾ പുറത്തുനിന്നുമല്ല. ഈ ക്ഷേത്രം പ്രാണപ്രതിഷ്ഠ നടന്നതിന് ശേഷം നിരന്തരമായി പണം മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. എങ്കിൽ അത് കോടികളാവാൻ സാധ്യതയുണ്ട്. കേവലം ലക്ഷങ്ങളല്ല. 58 ലക്ഷം ഒരാളുടെ നിന്ന് കണ്ടെത്തി എന്നൊക്കെ പറയുമ്പോഴും ബാങ്ക് അക്കൗണ്ടിൽ ലക്ഷങ്ങൾ കാണുന്നു പറയുമ്പോഴും ഈ സമയത്ത് കോടികൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അതൊരു ലോവർ ക്ലാസ് ജീവനക്കാരായ 5-8 പേർക്ക് മോഷ്ടിക്കാവുന്ന പണമല്ല. അതൊരു സിമ്പിൾ ലോജിക്കാണ്. ഇപ്പോൾ ഭണ്ഡാരത്തിലെ പണം എണ്ണിത്തിട്ടപ്പെടുന്ന ആളുകൾ പണം മോഷ്ടിച്ചേക്കാം, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അവർക്ക് മോഷ്ടിക്കുന്നതിന് പരിധിയുണ്ട്. ഒരു ദിവസമോ ഒരാഴ്ചയോ ഒരു മാസമോ മോഷ്ടിക്കാം, 10,000-ഓ ലക്ഷങ്ങളോ മോഷ്ടിക്കാം, ഒറ്റത്തവണയോ അല്ലെങ്കിൽ 1-2 തവണയൊക്കെ ആയിട്ട് മോഷ്ടിക്കാൻ പറ്റും. പക്ഷെ അത് ആർക്ക് കണ്ടെത്താൻ കഴിയും? ഈ ട്രസ്റ്റ് കണ്ടെത്താൻ കഴിയും. ഈ ട്രസ്റ്റ് കണ്ടെത്താൻ കഴിയാതെ ഇത്രയും നാൾ ഇവർ കോടിക്കണക്കിന് രൂപ മോഷ്ടിച്ചുവെങ്കിൽ അതിൽ ട്രസ്റ്റ് കൂടി പങ്കാളിയാണ്. അതൊരു കോമൺ ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേറ്റീവ് ബ്രില്യൻസ് ആണ്. ഏത് പോലീസുകാരനും മനസ്സിലാവും അത് ട്രസ്റ്റ് അറിയാതെ ഒരു പണം അവിടെ നിന്ന് പോയിട്ടില്ല എന്നുള്ളത്. എന്തുകൊണ്ട്? ചമ്പത്രായിയോ അല്ലെങ്കിൽ ഈ പറയുന്നത് അവിടുത്തെ പൊളിറ്റിക്കൽ അപ്പോയിൻറ്റീസ് ആയിട്ടുള്ള ട്രസ്റ്റ് ഭാരവാഹികളോ സെൻട്രൽ ഗവൺമെൻറ്റെയും UP ഗവൺമെൻറ്റെയും എക്സ് ഒഫീഷ്യോ മെമ്പർമാരായിട്ടുള്ള ഉദ്യോഗസ്ഥരോ പ്രതികളാവാത്തത് എന്തുകൊണ്ടാണ്? കാരണം ഈ സെൻട്രൽ ഗവൺമെൻറ്റും UP ഗവൺമെൻറ്റും അതിൽ എക്സ് ഒഫീഷ്യോ അംഗങ്ങളെ നിശ്ചയിച്ചിട്ടുള്ളത് തന്നെ അവിടുത്തെ അക്കൗണ്ടബിലിറ്റി, അതുപോലെ ട്രാൻസ്പെറൻസിക്ക് വേണ്ടിയാണ്. കാരണം ഈ പൊളിറ്റിക്കൽ അപ്പോയിൻറ്റീസ് ആയിട്ടുള്ള ആളുകളും ട്രസ്റ്റ് മെമ്പേഴ്സും കൂടി ഇത് മോഷ്ടിച്ചുകൊണ്ട് പോകാണ്ടിരിക്കാൻ വേണ്ടിയാണ് IAS ഉദ്യോഗസ്ഥരെ തന്നെ അവിടെ നിയമിച്ചിട്ടുള്ളത്. ഒരാൾ
ഫൈസാബാദ് ജില്ലാ മജിസ്ട്രേറ്റാണ് അവിടുത്തെ ഒരു എക്സ് ഒഫീഷ്യോ അംഗം. ഇവരൊക്കെ ആ ട്രസ്റ്റിൽ മെമ്പർ ആവുന്നതിനാണ് അത് സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ വരാനും അവിടെ ട്രാൻസ്പെറൻസി ഉണ്ടാവാനും അക്കൗണ്ടബിലിറ്റി ഉണ്ടാവാനാണ്. ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ അക്കൗണ്ടിങ് രംഗത്ത് ഒരുപാട് റെഡ് ഫ്ലാഗുകളുണ്ടായിരുന്നു. അതിൻ്റെ ഓഡിറ്റർ തന്നെ പറഞ്ഞു ഇതിൽ പണം സംഭാവന സ്വീകരിക്കുന്ന രീതി തന്നെ സുതാര്യമല്ല, അതിന് കൃത്യമായ SOP ഇല്ല എന്ന് അന്ന് തന്നെ ഫ്ലാഗ് ചെയ്തു. ഇന്നും അതങ്ങനെ തന്നെയാണ്. അന്ന് ഫ്ലാഗ് ചെയ്യപ്പെട്ടും വലിയ വാർത്തകളായി അതിലുടനെ ഇടപെടുമെന്നൊക്കെ പ്രഖ്യാപനം ഉണ്ടായിട്ടും ഒന്നും നടന്നിട്ടില്ല. യഥാർത്ഥത്തിൽ ആ ചോർച്ച ബോധപൂർവമാണ്. അതിനൊരു SOP ഇല്ലാതിരിക്കുക എന്നുള്ളതിൻ്റെ കാരണം തന്നെ SOP എന്തുകൊണ്ട് കൊണ്ടുവരുന്നില്ല? അത് മോഷണം പോകണം എന്ന് ആരൊക്കെയോ ആഗ്രഹിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. ഇപ്പോൾ ഇവിടെ വരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ഇത് കേവലമായൊരു ക്ഷേത്ര ട്രസ്റ്റല്ല, ഒരു പ്രൈവറ്റ് ട്രസ്റ്റല്ല, ഒരു സ്വകാര്യ ട്രസ്റ്റല്ല. ഇത് യഥാർത്ഥത്തിൽ സർക്കാരിനോട് പങ്കാളിത്തമുള്ള ട്രസ്റ്റാണ്. കാരണം സുപ്രീം കോടതി സർക്കാരിനോടാണ് ആവശ്യപ്പെട്ടത് അയോധ്യയിൽ റാം ടെമ്പിൾ നിർമ്മിക്കാൻ വേണ്ടി ട്രസ്റ്റ് രൂപീകരിക്കണമെന്ന്. ആ ട്രസ്റ്റ് രൂപീകരിക്കാൻ മുൻകൈ എടുത്ത് പ്രൈം മിനിസ്റ്റർ ഓഫീസാണ്. അവിടേക്ക് ഒരു എക്സ് ഒഫീഷ്യോ അംഗത്തെ സെൻട്രൽ ഗവൺമെൻറ് കൊടുത്തും പ്രൈം മിനിസ്റ്റർ ഓഫീസാണ്. UP ഗവൺമെൻറ് എക്സ് ഒഫീഷ്യോ അംഗത്തെ കൊടുത്ത് UP സർക്കാരാണ്. എങ്കിൽ അതിൽ സർക്കാരിന് പങ്കാളിത്തമുണ്ട്. അപ്പോൾ ഇത് അർദ്ധ സർക്കാർ സ്ഥാപനമാണ്. ലീഗലി ടെക്നിക്കലി അതൊരു അർദ്ധ സർക്കാർ സ്ഥാപനമാണ്. ഇനി പൊളിറ്റിക്കലി നോക്കുകയാണെങ്കിൽ അത് സർക്കാരിൻ്റെ തന്നെ എന്താണ് ഹിന്ദു രാഷ്ട്രത്തിൻ്റെ സിമ്പലാണ്. അപ്പോൾ ഈ കാര്യത്തിൽ എന്തുകൊണ്ടാണ് ഇതുവരെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഒരക്ഷരം പറയാത്തത്? യോഗി ആദിത്യനാഥ് പറയണ്ട എല്ലാത്തിനെയും പൂട്ടും എല്ലാത്തിനെയും പൊളിക്കും, എന്താണ് ബുൾഡോസറൊക്കെ വരും എന്നൊക്കെ പറയുന്നു. നമ്മളിതുവരെ കണ്ടില്ല. ബുൾഡോസർ വരണമെന്നുള്ള വേറെ ഡിബേറ്റ്. എൻ്റെ ചോദ്യം, ഇത് ഭരണകൂടത്തിനു കൂടി പങ്കാളിത്തമുള്ള ട്രസ്റ്റിൽ വന്ന ഈ അഴിമതിയിൽ എന്തുകൊണ്ടാണ് ട്രസ്റ്റ് അംഗങ്ങൾക്കെതിരെ VHP കാരായ ചമ്പത്ത് റായിക്കും കൂട്ടർക്കുമെതിരെ എന്തുകൊണ്ട് കേസില്ല? എന്തുകൊണ്ട് ഈ അന്വേഷണം സർക്കാർ പ്രതിനിധികളായ ഉദ്യോഗസ്ഥരിലേക്ക് പോകുന്നില്ല, അവരെ പ്രതി ചേർക്കുന്നില്ല? മൂന്നാമത്തെ കാര്യം, എന്തുകൊണ്ട് ഈ ട്രസ്റ്റ് രൂപീകരിക്കാൻ കാരണമായ പ്രൈം മിനിസ്റ്റർ ഓഫീസിൽ കാര്യത്തിൽ ഒരു അക്ഷരവും മിണ്ടുന്നില്ല? ഇനി ഈ ഇതിൽ അപ്പോയിൻ്റ് ചെയ്യപ്പെട്ട VHP നേതാക്കളുണ്ടല്ലോ, ചമ്പത്ത് റായ് ഉൾപ്പെടെയുള്ള 3-4 പേർ, അവർ ഇതിൽ ചിലർക്കാരല്ല. നമ്മൾ ആലോചിച്ച് നോക്കി, റാം ജന്മഭൂമി മൂവ്മെൻറ്റിൻ്റെ ഭാഗമായി 80 തൊട്ടുള്ള മൂവ്മെൻറ്റിൽ ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗം ചെലവഴിച്ച മനുഷ്യരുണ്ട്. അശോക് സിംഗാൾ, ഉമാഭാരതി, വിനയ് കത്യാർ, LK അഡ്വാണി, ഇവർക്കൊന്നും പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ ഒരു റോൾ ഉണ്ടായിരുന്നില്ല. അതേസമയം ഈ ട്രസ്റ്റിലെ അംഗങ്ങളായിട്ട് VHP നേതാക്കളെല്ലാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം പ്രാണപ്രതിഷ്ഠ ചടങ്ങിലുണ്ടായിരുന്നു. അതിനർത്ഥം ആ ഒരു തലമുറയെ മാറ്റി വേറൊരു ആളുകളെ കൊണ്ടുവന്ന് ഇരിക്കുകയാണ്. അതൊരു പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആണ്. ആ പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആണെങ്കിൽ ഇതിന് BJP കൂടി മറുപടി പറയേണ്ടതുണ്ട്, BJPക്ക് മറുപടി ഉണ്ടാവേണ്ടതുണ്ട്. VHP നേതൃത്വം ഇപ്പോൾ ഇതിൽ അന്വേഷണം വേണം, അത് വേണം, ഇത് വേണമെന്ന് പറയുന്നു. പക്ഷേ അവർക്കാർക്കും ചമ്പത്ത് റായ്ക്കെതിരെ കേസെടുക്കുക അതിൽ വിഷമമില്ല. വേണമെങ്കിൽ അന്വേഷിച്ചോട്ടെ എന്നാണ് പറയുന്നത്, പക്ഷേ അന്വേഷിക്കരുത് എന്നാണ് പറഞ്ഞതിനർത്ഥം. അപ്പോൾ ഇത് വലിയ തോതിലുള്ള ഒരു ഇമേജ് ലോസ് ഉണ്ടാക്കുന്നുണ്ട് BJPയെ സംബന്ധിച്ച്. ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ റാം എന്ന് പറയുന്ന വളരെ വൈകാരികമായൊരു വിഷയം മുന്നിൽ വെച്ചുകൊണ്ട് ആണ് BJP 2 സീറ്റിൽ നിന്ന് 82 സീറ്റിലേക്കും പിന്നീട് ഇപ്പോൾ കേവല ഭൂരിപക്ഷത്തിലേക്കും തുടർച്ചയായ 3 സർക്കാരുകളിലേക്ക് വന്നിട്ടുള്ളത്. രാം ജന്മഭൂമി മൂവ്മെൻറ്റാണ് ഈ മോദി ഇന്ന് ഭരിക്കുന്നതിൻ്റെ കാരണമായിട്ടുള്ള പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ്. അതിൽ പോലും ആത്മാർത്ഥതയില്ലാത്ത, അതിൽ പോലും കൈയിട്ടുമായിരുന്ന കുറേ ആളുകളാണ് ഇവർ എന്ന തോന്നൽ BJPയുടെ രാഷ്ട്രീയ എതിരാളികൾക്കല്ല, BJPക്ക് വോട്ട് ചെയ്യുന്ന മനുഷ്യർക്ക് തന്നെ ഉണ്ടായിട്ടുണ്ട്. വലിയ തോതിലുള്ള ക്രെഡിബിലിറ്റി ലോസ് ഉണ്ടായിട്ടുണ്ട് ഈ ഘട്ടത്തിൽ. അത് മറികടക്കാനാണ് വളരെ പെട്ടെന്ന് SIT പ്രഖ്യാപിച്ചതും 5 പേരെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയതും. അത് മാത്രമാണ്, അല്ലാതെ ഇത് പോയ വഴി കണ്ടെത്താനോ ഇതിൻ്റെ ആ ഹോൾ അടയ്ക്കാനോ അല്ല ഇവരത് ചെയ്യുന്നത്. അതുകൊണ്ട് ED വരും എന്നുള്ളതൊക്കെ അതൊരു പ്രൊപ്പഗൻഡ ഡ്രൈവാണ്. ആ പ്രൊപ്പഗൻഡ ഡ്രൈവ് എന്ന് വെച്ചാൽ EDയും വരും, ED പോലും വന്ന് ഇവരുടെ വീടൊക്കെ ഇടിച്ച് പൊളിക്കും, ഇവരെയൊക്കെ മൊത്തം ഹൽക്കുൽത്താക്കും എന്ന് പറയുന്നതിൻ്റെ കാരണം ആ പോയ ക്രെഡിബിലിറ്റി തിരിച്ചു പിടിക്കാനുള്ള ശ്രമം മാത്രമാണ്. അല്ലാതെ ഇത് ഈ മോഷണം പോയ മുതലെങ്ങോട്ടാണ് പോയത് എന്ന് എല്ലാവർക്കും അറിയാം. അതൊരു പോയ റൂട്ട് അറിയാം, എല്ലാവർക്കും അറിയാം. ഇനി BJPയുടെ മുമ്പിലുള്ള ഒരു വഴി നഷ്ടപ്പെട്ട വിശ്വാസം തിരിച്ചു പിടിക്കാൻ വേണ്ടി എന്തെങ്കിലും കാട്ടിക്കൂട്ടുക എന്നുള്ളത് മാത്രമാണ്. സാഹിബ്, ഇതിൽ VHP എന്ന് പറയുന്നുണ്ട് ചമ്പത്ത് റായ്ക്ക് പിഴവ് പറ്റിയിരിക്കാം എന്നുള്ളത്, പക്ഷേ VHPക്ക് അതിൽ പങ്കൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ അജിംസ് പറയണതൊക്കെ തന്നെ ഏറ്റവും മുകളിലേക്ക് അന്വേഷണം എത്താതിരിക്കാൻ താഴെത്തട്ടിൽ കുറച്ചുപേരെ ബലിയാടാക്കുക എന്നുള്ളത്. ഇപ്പോൾ തന്നെ അതിൽ പ്രതികളിൽ ഒരാളായ ലവ് കുശയുടെ വീട് ബുൾഡോസർ രാജു പ്രകാരം തകർത്തേക്കും എന്നുള്ള വാർത്തകൾ കൂടിയിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഒരു നീക്കം തന്നെയായിരിക്കും ഇതിലുണ്ടാകുക. അതെ, ഇത്രയും വലിയ ഒരു സംവിധാനം, ബഹുകോടികൾ ചെലവഴിച്ച് ഉണ്ടാക്കിയ ഒരു ക്ഷേത്രം, അതിൽ തന്നെ ഗംഭീരമായുള്ള സംവിധാനങ്ങൾ. ഒരുപക്ഷെ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തൊരു പ്രോജക്റ്റ് ഏതാണെന്ന് വെച്ചാൽ രാമക്ഷേത്രവും അയോധ്യ നഗരവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കായിരിക്കും. അത്രയും വലിയ ഒരു സംവിധാനത്തിനകത്ത് ഇത്രയും അധികം കോടികൾ ഈ ചെറിയ ഉദ്യോഗസ്ഥർ, താഴേക്കിടയിൽ ഉദ്യോഗസ്ഥർ മാത്രം ചേർന്ന് അടിച്ചു മാറ്റി തന്നെ ആര് വിശ്വസിക്കാനാണ്? അപ്പോൾ ചമ്പത്ത് റായിയെ പോലുള്ള ഒരു നേതാവ്, അപ്പോൾ അദ്ദേഹം ഒന്ന് രാജിവെച്ചു, പക്ഷേ അദ്ദേഹത്തിൻ്റെ കേസെടുക്കുന്നില്ല. പറഞ്ഞതുപോലെ ഈ
സ്രാവുകളെ രക്ഷപ്പെടുത്തി ചെറുമീനുകളെ പിടിക്കുക എന്ന് പറയുന്ന സ്ഥിരം പരിപാടി തന്നെയാണ് ഇതിനകത്ത് നടക്കുന്നത്. പക്ഷേ BJPയെ സംബന്ധിച്ചിടത്തോളം അവർ ഇപ്പോൾ കേരളത്തിൽ ഈ ശബരിമല കേസ് എങ്ങനെയാണ് LDFന് ഡാമേജിങ് ആയത്, അതേക്കാൾ മാരകമായ തരത്തിൽ ഡാമേജിങ് ആവുമെന്ന ഭയം അവർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രത്യക്ഷത്തിൽ അതാണ് ഈ ബുൾഡോസർ അയക്കും എന്ന് പറയുന്നത്. ഇതിനൊരു കാരണമുണ്ട്. ഈ വിഷയം വന്ന ഉടനെ ഹിന്ദി സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഏറ്റവും കൂടുതൽ വന്നൊരു സംഗതി ഇതാണ്, യോഗി എങ്ങോട്ടാണ് ബുൾഡോസർ അയക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഡിസ്കഷനിലും പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വരുന്നൊരു സാധനം ബുൾഡോസറാണ്. അപ്പോൾ അത് BJPയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പ്രശ്നം തന്നെയാണ്. ഇതിനെ എങ്ങനെ അവർ മറികടക്കുമെന്ന് ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ഈ രാമനോടുള്ള യഥാർത്ഥ രാമസ്നേഹത്താൽ അങ്ങനെ ഉണ്ടല്ലോ, യഥാർത്ഥ രാം ജന്മഭൂമിയിൽ തന്നെയാണ് ബാബരി മസ്ജിദ് നിൽക്കുന്നതെന്നും അവന്മാരവിടെ വന്ന് അമ്പലം പൊളിച്ച് പള്ളി ഉണ്ടാക്കിയതാണ്, നമ്മുടെ രാമന് ഒരു സ്ഥാനം, രാംലല്ലയ്ക്ക് ഒരു സ്ഥാനം വേണമെന്നും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഏതെങ്കിലും നിലക്കുള്ള വർഗീയ മനസ്സുണ്ടല്ലോ, ആത്മാർത്ഥമായി ആഗ്രഹിച്ച് രാം ജന്മഭൂമി മൂവ്മെൻറ്റിനോടൊപ്പം നിന്ന ഹിന്ദുക്കളുണ്ട്. അത് ഇഷ്ടംപോലെ ഉണ്ട് എന്ന് മാത്രമല്ല, അത് ഉത്തരേന്ത്യയിൽ ആ ഒരു പോപ്പുലേഷൻ നന്നായിട്ടുണ്ടാവും. അപ്പോൾ അത് BJPയുടെ ഒരു വോട്ട് ബേസ് കൂടിയാണ്. അവർ ഈ വിഷയത്തിൽ എന്തു ചിന്തിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണല്ലോ. അപ്പോൾ അത് BJPയെ സംബന്ധിച്ച് അത് മറികടക്കാൻ ഇപ്പം അജിംസ് പറഞ്ഞ ഒരു ED വരും എന്നുള്ള ഒരു ഇത് ഇറക്കും, പിന്നെ ബുൾഡോസ് ചെയ്യും, വീടുകൾ ബുൾഡോസ് ചെയ്യും എന്ന പ്രചാരണം ഇറക്കും. അങ്ങനെ മറികടക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ എനിക്കൊന്ന് ഇതിൽ പ്രതിപക്ഷം സാധാരണയിൽ കവിഞ്ഞൊരു ആവേശം കാണിക്കുന്നുണ്ട്. അജയ് റായ് അവിടെ പോകുന്നു, KC വേണുഗോപാൽ നിരന്തരം വിഷയത്തിൽ ഇടപെടുന്നു. നോക്കൂ, ഇത് ആദ്യം ലോകത്തോട് വിളിച്ചു പറയുന്നത് അഖിലേഷ് യാദവാണ്. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഒരുപക്ഷെ ഇന്ത്യയിൽ പ്രതിപക്ഷം വിളിച്ചു പറഞ്ഞ ഒരു സംഗതി, ഇത്രയും വലിയൊരു പൊളിറ്റിക്കൽ ട്രാക്ഷൻ കിട്ടുന്നൊരു സംഭവം ഈ ക്ഷേത്രക്കൊള്ളയായിരിക്കും. അഖിലേഷ് എല്ലാ ദിവസവും വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട്, വളരെ സജീവമായി നിലനിർത്തുന്നുണ്ട്. പക്ഷെ ചിലപ്പോൾ യോഗി വിചാരിക്കുന്നുണ്ടാവും ഇതിനെ മറികടക്കാൻ വേറെ എന്തെങ്കിലും ഒരു സംഗതി കൊണ്ടുവരാം, അത് എന്തെങ്കിലും ഇതിനകത്തൊരു ജിഹാദി എലമെൻറ്റ് കൊണ്ടുവരാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആ നിലക്കുള്ള മറ്റവൻ്റെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും ഒരു സംഗതി കൊണ്ടുവന്ന് മറികടക്കാനായിരിക്കും ശ്രമിക്കുക. അതല്ലാതെ വേറെ ആയുധം ഈ വിഷയത്തിൽ BJPക്കോ യോഗി അതിനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. യെസ്, ഇതിലെ രാജ്യസഭ MP കൂടിയായ കപിൽ സിബൽ പറഞ്ഞ രാമൻ്റെ പേരിൽ തന്നെ വോട്ട് പിടിച്ചിട്ട് രാമനെ തന്നെ കൊള്ളയടിക്കുന്ന വ്യാജ ഹിന്ദുക്കളെന്നാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ED അന്വേഷണം വരുമോ എന്നും മറ്റെന്തെങ്കിലും നടപടികൾ ഉണ്ടാകുമോ എന്നും കാത്തിരുന്ന് കാണേണ്ടതാണ്.